വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സിറ്റി എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. അധ്യായം 473. വീഴ്ചകളിൽ നിന്നും പഠിക്കുവാൻ തന്റെ ഇടം കാണിക്കുക. ജീവിതത്തിൽ എല്ലാവർക്കും വീഴ്ചകൾ സംഭവിക്കാം. കാരണം തെറ്റുകളും പരാജയങ്ങളും മനുഷ്യജീവിതത്തിന്റെ ഭാഗമാണ്. തെറ്റുകളിൽ നിന്നും അപാകതകളിൽ നിന്നും പഠിക്കുന്നവരാണ് ജീവിത വിജയം കൈവരിക്കുക. ഒരേ മാളത്തിൽ നിന്നും 2 തവണ പാമ്പ് കടിയേൽക്കാതെ നോക്കണമെന്ന് മാത്രം. ജീവിതത്തിൽ പരാജയം സംഭവിക്കുമ്പോൾ അമിതമായി നിരാശപ്പെടാതെ പരാജയ കാരണങ്ങൾ വിശകലനം ചെയ്യാനും ആവശ്യമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കാനും തയ്യാറാവുക എന്നതാണ് പ്രധാനം. കാരണം ഒരു വ്യക്തിയുടെ മഹത്വം വീഴ്ചകൾ സംഭവിക്കാതിരിക്കുന്നതിലല്ല, മറിച്ച് അവൻ വീഴ്ചകളെ എങ്ങനെ കാണുന്നു എന്നതിലാണ് എന്ന യാഥാർത്ഥ്യം നാം എപ്പോഴും ഓർക്കണം. ഒരു വീഴ്ചയും നമ്മെ തകർക്കാനല്ല, നമ്മെ പഠിപ്പിക്കാനാണ്. തെറ്റുകൾ നമ്മെ ശക്തരാക്കുന്ന അധ്യാപകരാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പരാജയം വിജയത്തിലേക്കുള്ള ആദ്യ പടിയാണെന്ന് പറയുന്നത്. പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ പഠനരീതി മെച്ചപ്പെടുത്തുക, ജോലിയിൽ പരാജയപ്പെട്ടാൽ കഴിവുകൾ വികസിപ്പിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക, ബന്ധങ്ങളിൽ പ്രശ്നമുണ്ടായാൽ ആശയവിനിമയം മെച്ചപ്പെടുത്തി വിള്ളലുകൾ പരിഹരിക്കുക. കാരണം വീഴ്ചകൾ ജീവിതത്തിന്റെ അവസാനമല്ല, അത് ഒരു പുതിയ തുടക്കമാണ്. വീഴ്ചകളിൽ നിന്നും പാഠം പഠിക്കാൻ തന്റെ ഇടം കാണിക്കുന്നവരാണ് യഥാർത്ഥ വിജയികൾ. പ്രമുഖ ചോക്ലേറ്റ് നിർമ്മാതാവും ലിൻഡറ്റ് ബ്രാൻഡ് സ്വിസ് ചോക്ലേറ്റ് സ്ഥാപകനുമായ റുഡോൾഫ് ലിൻഡറ്റ് തനിക്ക് സംഭവിച്ച ഒരു മറവിയിൽ നിന്നാണ് ഏറ്റവും വലിയ പാഠം പഠിച്ചതത്രേ. 1855 ജൂലൈ 16 ബേണിൽ ഫാർമസിസ്റ്റും രാഷ്ട്രീയക്കാരനുമായ ജോഹാൻ റൂഡോൾഫ് ലിൻഡന്റെയും ഭാര്യ അമേലിയ യൂജീനിയ സാൽച്ചിലിയുടെയും മകനായാണ് ലിൻഡറ്റ് ജനിച്ചത്. 1873 1875 ഇടയിൽ അദ്ദേഹം ലോസാനിൽ അമേഡി കോഹ്ലർ ആൻഡ് ഫിൽസ് ചോക്ലേറ്റ് കമ്പനിയിൽ ഒരു അപ്രന്റീസ്ഷിപ്പ് നേടി. പിന്നീട് ചാൾസ് അമേഡി കോഹ്ലറുടെ മക്കൾ അത് കൈകാര്യം ചെയ്തു. 1879 പഴയ നഗരമായ ബേണിലെ മാറ്റ് കോർട്ടയറിൽ അദ്ദേഹം സ്വന്തമായി ഒരു ചോക്ലേറ്റ് ഫാക്ടറി സ്ഥാപിച്ചു. 1879 ഡിസംബറിൽ കൊഞ്ചെ മെഷീൻ വികസിപ്പിച്ചെടുത്തുകൊണ്ട് ചോക്ലേറ്റിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ അദ്ദേഹം വിജയിച്ചു. അദ്ദേഹത്തിന്റെ പഠനരീതി പരീക്ഷണം, ക്ഷമ, നിരീക്ഷണം എന്നീ 3 ഘടകങ്ങളിലാണ് അധിഷ്ഠിതമായിരുന്നത്. അന്ന് ചോക്ലേറ്റ് കട്ടിയുള്ളതും മിനുസമില്ലാത്തതുമായിരുന്നു. എന്നാൽ ലിൻഡറ്റ് അതിൽ തൃപ്തനായിരുന്നില്ല. നിലവിലുള്ള രീതികളെ അനുകരിച്ചു നിൽക്കാതെ പുതിയ രീതികൾ പരീക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായി. പലതവണ ശ്രമിക്കുകയും പിഴവുകൾ വരികയും ചെയ്തു. പക്ഷേ ഓരോ പിഴവും അദ്ദേഹത്തിന് ഒരു പുതിയ പാഠമായി. ഒരു ദിവസം രാത്രി ചോക്ലേറ്റ് മെഷീൻ ഓഫാക്കാൻ മറന്നതാണത്രേ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവിന് കാരണമായത്. പ്രശസ്തമായ കോൺച്ചിങ് പ്രക്രിയ കണ്ടെത്തിയത് അങ്ങനെയാണ്. ചോക്ലേറ്റ് കലക്കുന്ന യന്ത്രം ഓഫാക്കാൻ മറന്നതിനാൽ ദീർഘസമയം പ്രവർത്തിച്ചു. അടുത്ത ദിവസം രാവിലെ തിരിച്ചു വന്നപ്പോൾ ചോക്ലേറ്റ് വളരെ മൃദുവും ക്രീമിയും ആയതായി കണ്ടു. ഇത് ഒരു സാധാരണ സംഭവമെന്ന പോലെ അവഗണിക്കാതെ അതിന്റെ പിന്നിലെ കാരണങ്ങൾ അദ്ദേഹം ശ്രദ്ധാപൂർവം പഠിച്ചു. ആ നിരീക്ഷണമാണ് ലോകപ്രശസ്തമായ ഒരു കണ്ടെത്തലായി മാറിയത്. ലിൻഡറ്റിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ വിജയം പുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല, അനുഭവങ്ങളിൽ നിന്നും പിഴവുകളിൽ നിന്നും ശ്രദ്ധാപൂർവമായ നിരീക്ഷണത്തിൽ നിന്നുമൊക്കെ പലതും പഠിക്കാനും പകർത്താനും കഴിയുമെന്നതാണ്. ചെയ്തുകൊണ്ട് പഠിക്കുക, ശ്രദ്ധിച്ചു മനസ്സിലാക്കി പിഴവുകളെ അവസരങ്ങളാക്കി മാറ്റുക എന്നിവ അദ്ദേഹത്തിന്റെ സുപ്രധാനങ്ങളായ ജീവിത പാഠങ്ങളാണ്. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 0097455526275 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.